നമുക്കിന്ന് പത്തിരി ഉണ്ടാക്കിയാലോ. ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണയും തൂവി കൊടുത്തിട്ടുണ്ട്. നന്നായി തിളച്ച് വരുമ്പോൾ, വെള്ളം നല്ലപോലെ തിളച്ച് വരുമ്പോൾ അതിലേക്ക് 2 ഗ്ലാസ് വെള്ളത്തിന് ഞാൻ ഇവിടെ 2 ഗ്ലാസ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അത് എൻ്റെ ഓരോരുത്തരുടെ പത്തിരിപ്പൊടിയുടെ അനുസരിച്ച് വ്യത്യാസം വരും കേട്ടോ. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് നല്ലപോലെ ഇളക്കി ആ മാവൊന്ന് വേവുന്ന വരെ വയ്ക്കാം. അതിന് ശേഷം നമുക്ക് കുക്കർ അടച്ച് വെച്ച് ഗ്യാസ് ഓഫ് ചെയ്ത് കുക്കർ അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് വയ്ക്കാം. 10 മിനിറ്റിന് ശേഷം ചെറു ചൂടോടെ തന്നെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മാവ് നന്നായി കുഴച്ച് ഒന്ന് മയപ്പെടുത്തി എടുക്കണം. പതുക്കെ കുഴച്ച് മാവ് നല്ല സോഫ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ നിന്ന് ഓരോ ചെറിയ ബോൾസ് എടുത്ത് മാറ്റി വയ്ക്കാം. ഞാൻ ഇവിടെ അരിപ്പൊടിയൊന്നും യൂസ് ചെയ്യണില്ല പത്തിരി പരത്താനായിട്ട്. പത്തിരി പ്രസ്സിലാണ് ഉണ്ടാക്കുന്നത്. കുറച്ച് എണ്ണ തൂവി അതിലേക്ക് ബോൾസ് വെച്ച് കൊടുത്ത് പത്തിരി പരത്തി കൊടുത്തിട്ടുണ്ട്. പത്തിരി പരത്തലും ചുടലും ഒപ്പം തന്നെയാണ്. ദോശക്കല്ല് അടുപ്പത്ത് വെച്ച് കത്തിച്ച് കല്ല് ചൂടായതിന് ശേഷം നമുക്ക് പത്തിരി ഇട്ട് കൊടുത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് നമുക്ക് പത്തിരി ചുട്ടെടുത്ത് കൊടുക്കാം. നല്ലപോലെ അമർത്തി കൊടുത്താൽ പൊള്ളി വരും പത്തിരി കേട്ടോ. അത്യാവശ്യം ഒന്ന് സോഫ്റ്റായിട്ടുണ്ട്, മതി. വെന്തതിന് ശേഷം നമുക്കത് മാറ്റാം. കല്ലിൽ നിന്നും മാറ്റി പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് കുറേ പത്തിരി ഉണ്ടാക്കാം. ഇന്ന് പത്തിരിക്ക് കൂട്ട് ബീഫ് കറിയാണേ. നല്ല അടിപൊളി ബീഫ് കറി വെച്ചിട്ടുണ്ട്. ബീഫും പത്തിരിയും അടിപൊളി ടേസ്റ്റാണ്. അങ്ങനെ പത്തിരിയും ബീഫും റെഡിയായി. അടിപൊളി പത്തിരിയും ബീഫും. താങ്ക് യു.